അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിൽ പലർക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും, പല ആഗ്രഹങ്ങളും സാധിപ്പിക്കാനായിട്ട് ഉണ്ടാവും. അതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സഫർ മാസത്തിൽ ചെയ്യേണ്ട ഒരു അമൽ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഈ ഒരു സഫർ മാസത്തിൽ ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ചോദിച്ചാൽ അള്ളാഹു കേൾക്കും. നിങ്ങളുടെ ദുആ അള്ളാഹു കേൾക്കും. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് അള്ളാഹു സാധിപ്പിച്ചു തരും. അതുപോലെ നിങ്ങൾക്ക് എന്താണോ പ്രയാസം അത് അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തട്ടി മാറ്റിക്കളയും. പലരും പറയും സഫർ മാസം ആപത്തിൻ്റെ മാസമാണ്, സഫർ മാസത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയും. വീട്ടിൽ കൂടാൻ പാടില്ല, വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. എങ്കിൽ നിങ്ങൾ സഫർ മാസത്തെ കുറ്റം പറയാൻ പാടില്ല. സഫർ മാസം നമുക്ക് നല്ല മാസമാണ്. നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ റളിയല്ലാഹു അൻഹയുടെയും ഖദീജ ബീവിയുടെയും വിവാഹം സഫർ മാസത്തിലായിരുന്നു എന്ന് ഹദീസിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ ഫാത്തിമ ബീവിയുടെയും അലി റളിയല്ലാഹു അൻഹയുടെയും നിക്കാഹ് ഈ ഒരു സഫർ മാസത്തിലാണ് കഴിഞ്ഞത്. നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം കഴിഞ്ഞിട്ട് മുത്തുനബിക്ക് അതിൽ ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. നമ്മുടെ മുത്തുനബിയുടെ ജീവിതം രക്ഷപ്പെട്ടത് തന്നെ ഖദീജ ബീവിയെ കല്യാണം കഴിച്ചപ്പോഴാണ്. അപ്പോൾ ആ ഒരു വിവാഹത്തിലൂടെ നബിക്ക് ഒരുപാട് സന്തോഷങ്ങൾ വരികയാണ് ചെയ്തത്. അതുപോലെ ഫാത്തിമ ബീവിയുടെ നിക്കാഹ്, ഫാത്തിമ ബീവിക്കും നിക്കാഹിൽ അതിനെക്കൊണ്ട് ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല, സന്തോഷം മാത്രമാണ് കിട്ടിയത്. അതുകൊണ്ട് ഈ ഒരു സഫർ മാസത്തിനെ നിങ്ങൾ മോശമായിട്ട് കാണണ്ട. അതുപോലെ ഒരുപാട് യുദ്ധങ്ങൾക്ക് ഫലം കിട്ടിയത്, നബിയുടെ ആ ഒരു കാലത്ത് യുദ്ധങ്ങൾക്ക് വിജയം കിട്ടിയ ഒരു മാസവും കൂടിയാണ് സഫർ മാസം. നമ്മുടെ ദുആക്ക് അള്ളാഹു ഉത്തരം തരും. ഈ ഒരു സഫറിൽ നമ്മൾ പാപമോചനം നമ്മൾ ചെയ്തിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്താൽ അള്ളാഹു ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും. നമ്മുടെ ദുആ അള്ളാഹു കേൾക്കും. നമ്മൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ അള്ളാഹുവിനോട് വളരെ താഴ്മയോട് കൂടിയും നമ്മൾ ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ, നമുക്കൊരു കാര്യം നിറവേറ്റാൻ വേണ്ടി ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ കൊണ്ട് നമ്മൾ ആ ഒരു ദിക്ർ ചൊല്ലണം. എന്നിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. വുളുവോട് കൂടി കിബിലക്ക് മുന്നിട്ട് നിങ്ങൾ ഒറ്റൊരു ഇരിപ്പിൽ കിബിലക്ക് മുന്നിട്ട് നിസ്കാരപ്പായയിൽ ഇരുന്നിട്ട് ചൊല്ലിയാൽ നിങ്ങൾക്ക് അത്രക്ക് ഫലം കിട്ടും. നിങ്ങൾ ഈ ഒരു ദിക്ർ നിങ്ങൾ നിസ്കാരപ്പായലിരുന്നിട്ട് ആദ്യം ഒരു 100 ഇസ്തിഗ്ഫാർ ചൊല്ലുക. ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് പാപമോചനം ചെയ്യുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് പുറത്തു തരാൻ വേണ്ടി ദുആ ചെയ്യുക. ശേഷം നബിയുടെ ഹളറത്തിലേക്ക് ഒരു 33 സലാത്ത് ചൊല്ലുക. എന്നിട്ട് നബിയുടെ ഹളറത്തിലേക്ക് സലാത്ത് ചൊല്ലി ദുആ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ 450 തവണ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം എന്ന ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ ആഗ്രഹം മനസ്സറിഞ്ഞ് നിങ്ങൾ ചോദിക്കുക. കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. ഉറപ്പായിട്ടും അള്ളാഹു തട്ടിക്കളയില്ല. നിങ്ങൾ ചോദിച്ചതിൻ്റെ 10 ഇരട്ടി അള്ളാഹു നിങ്ങൾക്ക് തരും, ഉറപ്പായിട്ടും തരും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം ഈ ഒരു സഫർ മാസത്തിൽ നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ ഈ ഒരു സഫർ മാസത്തിൻ്റെ മുസീബത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കും. അതുപോലെ ആപത്തിൽ നിന്നും അപകടത്തിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്ത് രക്ഷിക്കും. ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് നിങ്ങൾ ചോദിച്ചോളി, ഉറപ്പായിട്ടും നിങ്ങളുടെ ഹലാലായ മുറാദ് അള്ളാഹു സാധിപ്പിച്ചു തരികയും ചെയ്യും. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരികയും ചെയ്യും. ഉറപ്പായിട്ടും ആദ്യം തന്നെ നിങ്ങൾ പാപമോചനം ചെയ്യണം. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയെങ്കിൽ അത് കാരണം ദുആക്ക് ഉത്തരം കിട്ടാതായി പോവരുത്. അതുകൊണ്ട് ആദ്യം പാപമോചനം ചെയ്തിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഇസ്ലാമിക് ടിപ്സുകൾ അറിയാൻ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.